എന്താണ് ഇറാന്റെ യഥാർത്ഥ പ്രശ്നം? ഓയിലും അമേരിക്കയുമാണ് ഇറാന്റെ പ്രശ്നമെങ്കിൽ ഇറാനേക്കാൾ കൂടുതൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൗദി അറേബ്യയായിട്ടും UAE ആയിട്ടൊന്നും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല അവർ വലിയ ചങ്ങാത്തത്തിലുമാണ്. അതെന്തുകൊണ്ടാണ് ഇറാന് സാധിക്കാതെ പോയത്? ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇറാന്റെ കഥയിൽ ഒരു വില്ലനുമുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് അറബ് രാജ്യങ്ങളിൽ ഓയിൽ കണ്ടെത്തി തുടങ്ങിയത്. അന്നത് ഖനനം ചെയ്തിരുന്നത് വെസ്റ്റേൺ ടെക്നോളജിയും എക്യുപ്മെന്റ്സും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പാർട്ണർഷിപ്പ് ബേസിസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇറാനിൽ നിന്ന് ഓയിൽ എടുത്തുകൊണ്ടിരുന്നത് ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി എന്നൊരു ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു. ഈ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നോ അതിന്റെ 16% ഇറാനിയൻ സർക്കാരിന് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പാർട്ണർഷിപ്പ് കരാറിൽ 16% എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് അന്യായമാണ്. എന്നാൽ ഈ പാർട്ണർഷിപ്പിന്റെ ന്യൂവാൻസസ് മനസ്സിലാക്കുമ്പോഴാണ് ഇത് അന്യായമല്ല, അപരാധമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കമ്പനി തങ്ങളുടെ പ്രോഫിറ്റ് കണക്കുകളിൽ തീരെ ട്രാൻസ്പെറന്റ് ആയിരുന്നില്ല. ഇവർ വായിൽ എഴുതി കൂട്ടി ഇതാണ് 16% എന്നൊരു തുക ഇറാനിയൻ ഗവൺമെന്റ് അങ്ങ് കൊടുക്കുകയായിരുന്നു. ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മൾ പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. ഇതിൽ ഇറാനിയൻ ഗവൺമെന്റും അവിടുത്തെ ജനങ്ങളും തീർത്തും അസംതൃപ്തരായിരുന്നു. അങ്ങനെ ഇരിക്കെ 1951 ജനാധിപത്യത്തിലൂടെ വളരെ ജനപ്രിയനായ മുഹമ്മദ് മൊസാദേഖ് എന്ന നേതാവ് അധികാരത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഒട്ടനവധി ജനപ്രിയ പരിഷ്കാരങ്ങൾ അവിടെ നടപ്പാക്കി. അതിലൊന്ന് ഈ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ നാഷണലൈസേഷൻ ആയിരുന്നു. കമ്പനി നാഷണലൈസ് ചെയ്തതോടുകൂടി ബ്രിട്ടന് പിറ്റേന്ന് തന്നെ രാജ്യം വിടേണ്ടി വന്നു. ഇതവരുടെ ഓയിൽ റവന്യൂ ഒരു വലിയ ഇടിവുണ്ടാക്കി. സ്വാഭാവികമായിട്ടും അത് ബ്രിട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഇവർ ഇതിന് പ്രതികാരം എന്നോണം ഇറാനെതിരെ ഓയിൽ എംബാർഗോ ഒക്കെ നടപ്പിലാക്കി നോക്കി. ഇതൊന്നും പോരാഞ്ഞ് ഇവർ വേറൊരു പണി കൂടി ഒപ്പിച്ചു. കോൾഡ് വാറിന്റെ കാലമായിരുന്നു അന്ന്. കമ്മ്യൂണിസം എന്ന് കേട്ടാൽ തന്നെ കരുതുള്ള ഐസനോവർ ആയിരുന്നു US പ്രസിഡന്റ്. ഈ ഇറാനിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദേഖിന്റെ നയങ്ങളെല്ലാം ലെഫ്റ്റ് ലീനിങ് ആണെന്നും ഇദ്ദേഹം വൈകാതെ തന്നെ സോവിയറ്റ് ബ്ലോക്കിൽ ചേരുമെന്നും ബ്രിട്ടൻ അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ എണ്ണ വ്യാപാരത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ടുള്ള ഹോർമൂസ് സ്ട്രൈറ്റ് സോവിയറ്റ് സ്വാധീനത്തിലാകുമെന്നും ഇത് വെസ്റ്റേൺ കൺട്രീസിന് വലിയൊരു തിരിച്ചടിയാകുമെന്നും ഇവർ അമേരിക്കയെ ധരിപ്പിച്ചു. അങ്ങനെ 1953 അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് കാശിറക്കി ഇറാനിൽ ഒരു ഭരണ അട്ടിമറി നടത്തി. എങ്ങനെയാണ് സ്വാധികാരമുള്ള ഒരു രാജ്യത്ത് വളരെ എളുപ്പത്തിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്തുന്നതെന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അതിനുശേഷം ഇവരുടെ ശിങ്കിടിയായ പഴയ ഏകാധിപതി പെഹ്ലവി ഷായെ അധികാരത്തിലേറ്റി. 10-25 കൊല്ലം വരുന്ന തന്റെ ഭരണകാലത്ത് ഇറാനിയൻ സോവറൈനിറ്റിയെ അടിയറവ് വെച്ചിട്ട് വെസ്റ്റേൺ നയങ്ങളും താല്പര്യങ്ങളും ഇറാനിൽ നടപ്പിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് ഇറാനിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി. ഇറാൻകാർക്ക് അമേരിക്ക എന്ന് കേട്ടാൽ വാളെടുക്കുന്ന അവസ്ഥയായി. അങ്ങനെ 1978 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം വരികയും ഇന്ന് കാണുന്ന മതഭരണകൂടം അവിടെ അധികാരത്തിലേറുകയും ചെയ്തു. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അക്കാലത്താണ് ഇറാഖ് ഇറാൻ യുദ്ധം ആരംഭിക്കുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇറാഖ് ഇറാൻ അതിർത്തി പ്രശ്നങ്ങളും സുന്നി ഷിയ വിഷയങ്ങളുമാണ്. ഇറാനെ ഒതുക്കാൻ വേണ്ടി ഇറാഖിന്റെ ഭരണാധികാരിയായ സദ്ദാമിനെ അമേരിക്ക ഫണ്ട് ചെയ്യാൻ തുടങ്ങി. ഈ യുദ്ധം പ്രതീക്ഷിക്കാതെ 8-9 വർഷം അങ്ങ് നീണ്ടുപോയി. ഇതോടെ ഇറാഖിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായി. ഈ യുദ്ധത്തിന് വേണ്ടി ഇറാഖ് പ്രധാനമായിട്ടും കടം വാങ്ങിച്ചിരുന്നത് കുവൈറ്റിൽ നിന്നും സൗദിയിൽ നിന്നുമൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ കുവൈറ്റ് തങ്ങളുടെ പൈസ തിരിച്ചാവശ്യപ്പെട്ടു. അത് സദ്ദാമിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം സദ്ദാമിന്റെ കണക്കിൽ മൊത്തം സുന്നികൾക്ക് വേണ്ടിയാണ് സദ്ദാം ഈ യുദ്ധം ചെയ്യുന്നത്. ഈ കാശ് തിരിച്ചു കൊടുക്കാനില്ലാഞ്ഞിട്ടായിരിക്കണം സദ്ദാം നേരെ പോയി കുവൈറ്റിനെ ആക്രമിച്ചു. അതിന് കാരണമായിട്ട് പുള്ളി പറഞ്ഞത് സ്ലാൻഡ് ഡ്രില്ലിംഗ് ഒക്കെയാണ്. സ്ലാൻഡ് ഡ്രില്ലിംഗ് എന്നാൽ കുവൈറ്റ് തങ്ങളുടെ അതിർത്തിയിൽ ഒരു എണ്ണക്കിണർ ചെരിച്ചു കുഴിച്ച് ഇറാഖിന്റെ ഓയിൽ അടിക്കുന്നതിനെയാണ്. ഇത് പ്രൂവ് ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പുള്ളി അതാണ് പറയുന്നത്. ഈ പറഞ്ഞ കുവൈറ്റ് അമേരിക്കയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചു. അങ്ങനെ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും എല്ലാം കൂടെ പോയി ഇറാഖിനെ ആക്രമിച്ചു. ഇതിനെയാണ് ഗൾഫ് വാർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 1953 ബ്രിട്ടൻ ഉണ്ടാക്കിയ ഈ പ്രശ്നമാണ് ഇന്ന് വരെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും മൂല കാരണം. ബ്രിട്ടനോളം ശല്യം ഉണ്ടാക്കിയ ഒരു രാജ്യം ലോകത്തില്ല. ഏകദേശം 65ഓളം രാജ്യങ്ങളാണ് ബ്രിട്ടനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് ആഘോഷിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ബ്രിട്ടൻ എത്രത്തോളം വലിയൊരു ആഗോള അപരാധമായിരുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ബ്രിട്ടനെ യുദ്ധം ചെയ്ത് തോപ്പിക്കുന്നതൊന്നും അത്ര നടപടിയാകുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ ലണ്ടനിൽ പോയി പാൻപരാഗ് ചവച്ച് തുപ്പുന്നതും അവരുടെ പാർക്കിൽ പോയി മൂത്രമൊഴിച്ച് വൃത്തിയേടാക്കുന്നതൊക്കെ ബ്രിട്ടൻ ഒരു കാവ്യനീതിയായിട്ട് അങ്ങ് കണ്ടാൽ മതി. ഇപ്പോഴാവട്ടെ ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഈ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ പുതിയ പേരെന്താണെന്നറിയും? ബ്രിട്ടീഷ് പെട്രോളിയം. ഇവന്മാരും ലോഗോടായിപ്പ ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ പൊല്യൂഷൻ ഡിസാസ്റ്റർ ഡീപ് വാട്ടർ ഹൊറൈസൺ ഒക്കെ ഉണ്ടാക്കിയത് ഇവന്മാരാ. അപ്പൊ ശരി.